നമസ്കാരം. മനോരമ ന്യൂസ് മേക്കർ 2011 സ്വാഗതം. ന്യൂസ് മേക്കർ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ. രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ നൽകിയ പട്ടികയിൽ നിന്ന് പ്രേക്ഷകർ തിരഞ്ഞെടുത്ത 4 പേരുമായുള്ള സംവാദമാണ് നടക്കുന്നത്. വെറും ഒച്ചയും ബഹളവുമായി വർഷം മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഒന്നോ രണ്ടോ സൽപ്രവൃത്തി കൊണ്ട് വാർത്തകളിൽ മുഖ്യസ്ഥാനം നേടുന്നവരുമുണ്ട്. വ്യവസായ സംരംഭങ്ങളിലൂടെ മാത്രമല്ല, ത്യാഗനിർഭരമായ ഒരു പ്രവൃത്തി കൊണ്ടുകൂടി ജനമനസ്സുകളിൽ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ച മലയാളി വ്യവസായ സംരംഭകൻ ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് നമ്മുടെ മുഖ്യാതിഥി. അദ്ദേഹത്തോട് സംവദിക്കാനായി നമുക്ക് പ്രമുഖരുടെ ഒരു നിര തന്നെ ഇന്ന് ഈ സംവാദവേദിയിൽ എത്തിയിട്ടുണ്ട്. ഞാനവരെ പരിചയപ്പെടുത്താം. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മലയാളി ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എഴുത്തുകാരൻ സേതു. അഭിനേത്രിയും മാനേജ്മെന്റ് അധ്യാപികയുമായ സുജ കാർത്തിക്. CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MM ലോറൻസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എബ്രഹാം തരി. കൂടാതെ ഈ വിഷയങ്ങളിൽ ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുമായി സംസാരിക്കാൻ പൊതുജനങ്ങളുടെ ഒരു നിര തന്നെ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ആദ്യം ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വാർത്തകളിലൂടെയാണ് താങ്കൾ ഈ വർഷം ന്യൂസ് മേക്കർ പട്ടികയിലേക്ക് കടന്നു വന്നത്. വൃക്കദാനവും സ്വയം ചുമട്ടുകാരനായി മാറിയ സന്ദർഭവും. ഇത് രണ്ടും വാർത്തകൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സന്ദർഭങ്ങളായിരുന്നു. എൻ്റെ ഒരു വൃക്കദാനം എന്ന് പറയുമ്പോൾ ഞാനതൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല. എനിക്കങ്ങനൊരു ആശയം തോന്നി, അതിന് ചില കാരണങ്ങളുണ്ടായി. അതോടൊപ്പം പല പരിചയമുള്ള ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു, ഒരു നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ 2 വൃക്കയിലൊന്ന് ദാനം കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരാളല്ല, രണ്ടല്ല, പല ഡോക്ടർമാർ പറയുന്നു. അപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നിയത്, എനിക്ക് ഈ 60 വയസ്സിലും ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു വൃക്ക അങ്ങനെ ദാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശയം ഉദിച്ചു. അതുകൊണ്ട് എനിക്കൊരു സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ആ മെസ്സേജ് നൽകാൻ കഴിഞ്ഞത് അത് വാർത്തയായതിലൂടെയാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതേ സമയം എത്രയോ പാവപ്പെട്ടവർ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അവരുടെ സ്വന്തം വൃക്ക മുറിച്ച് കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ടുള്ള എത്രയോ പേരുണ്ടായിരിക്കാം. ഞാനത് കൊടുത്തപ്പോൾ നിങ്ങളതൊരു വാർത്തയാക്കി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അതിൽ അടങ്ങിയിട്ടുള്ള സന്ദേശം എത്തിക്കുക എന്നത് തന്നെയായിരുന്നു ആ വാർത്തയുടെ ഉദ്ദേശവും. പക്ഷെ താങ്കളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നടന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആ വൃക്കദാനം ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീട് ഒത്തിരി സംഭവങ്ങൾ. അതായത് പല വേദികളിലും എന്നെ ക്ഷണിക്കുകയും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചപ്പോൾ പലരുടെയും സംശയങ്ങൾ എനിക്ക് ദൂരീകരിക്കാൻ പറ്റി. പലരും ചോദിക്കാറുണ്ട്, ഞാൻ മെഡിസിൻ വല്ലതും കഴിക്കണോ? വേണ്ട, കൊടുത്ത ആൾ, ദാനം ചെയ്ത ആൾ മെഡിസിനൊന്നും കഴിക്കാനില്ല, ഇപ്പോൾ ഡോക്ടർക്ക് അറിയാലോ. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ പാടുമോ? ഒരു കുഴപ്പമില്ല. ഭക്ഷണത്തിൽ നിയന്ത്രണമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഒരു നിയന്ത്രണമില്ല. പിന്നെ എന്താ പറയുക, നോൺ വെജ് കഴിക്കാൻ പാടുമോ? പിന്നെ ചിലർ ഇത്രയും വരെ ചോദിച്ചിട്ടുണ്ട്. അതായത് മറ്റേത് ഒരു ഫാദർ ഡേവിസ് ചെർമേൽ ഒരു അച്ഛനല്ലേ, നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുന്ന ആളല്ലേ, അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുടെ സംശയങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റി. അതിനുശേഷം പല നെഫ്രോളജിസ്റ്റ് എനിക്ക് പരിചയമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ആ ഒരു പേടി മാറി. പണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കാൻ പേടി, അല്ലെങ്കിൽ അമ്മ മകന് കൊടുക്കാൻ പേടി, ഇതൊരു ചെറിയ സംഭവമായി എന്ന് എല്ലാവരും പറയാറുണ്ട്.
തീർച്ചയായും അതിനുശേഷം ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും താങ്കൾക്ക് ഉണ്ടായിട്ടുമില്ല? ഒരു പ്രശ്നമില്ല. ആരോഗ്യം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ഡോക്ടറെ ഞാൻ ഇതിൽ പങ്കെടുപ്പിക്കുകയാണ്. ഡോക്ടർ, ഇത് ആളുകളുടെ ഇടയിലുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു വിമുഖത മാറ്റിയെടുക്കാൻ എത്ര കണ്ട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു ദൗത്യത്തിന്? നമ്മൾക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം വലിയൊരു വ്യവസായ പ്രമുഖനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വൃക്ക കൊടുക്കുന്നതിന് പകരം ഒരുപക്ഷെ 1-2 കോടി രൂപ കൊടുത്തിട്ട് പല വ്യക്തികളിൽ നിന്ന് വൃക്കകൾ ദാനം ചെയ്യുന്ന ഇതിനേക്കാളും വലിയൊരു കൂടുതൽ പേഷ്യൻസിന് സഹായം കിട്ടുന്ന ഒരു സംരംഭം അദ്ദേഹത്തിന് ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ അതെല്ലാം മറന്ന് സ്വന്തം ശരീരത്തിൽ നിന്നൊരു വൃക്ക കൊടുക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ്. അവയവദാനം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. അത് നമ്മളുടെ അവയവങ്ങൾ, പ്രത്യേകിച്ച് നമുക്കിതുപോലത്തെയുള്ള എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ഡയാലിസിസുമായിട്ട് നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നു. അങ്ങനത്തെയുള്ള ഒരു വലിയ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടൽ, അതുപോലെ തന്നെ നമ്മളുടെ അവയവം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന മഹത്തായ ഒരു നിസ്വാർത്ഥമായ ഒരു പ്രക്രിയയിലൂടെ അദ്ദേഹം വലിയൊരു മാതൃകയാണ് നമ്മളുടെ സമൂഹത്തിന് തന്നിരിക്കുന്നത്. അത് ഭാവിയിൽ മെഡിക്കൽ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അവയവദാനത്തെ പറ്റിയുള്ള ആശങ്കകൾ മാറ്റാനും അത് വളരെയധികം സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീ M. ലോറൻസ്, ഞാൻ താങ്കളിലേക്ക് വന്നാൽ താങ്കൾക്ക് അദ്ദേഹവുമായി വിയോജിപ്പുള്ള മേഖലകളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഈ ഘട്ടത്തിൽ ഈ ഒരു അദ്ദേഹം ഏറ്റെടുത്ത ഈ ദൗത്യത്തെ താങ്കളും അംഗീകരിക്കുന്നുണ്ടോ? അത് സമൂഹത്തിന് എത്ര നല്ല സന്ദേശം നൽകിയെന്ന് താങ്കൾ പറയും? നിശ്ചയമായിട്ടും അംഗീകരിക്കുന്നുണ്ട്. കൊച്ചൗസപ്പിനെ പോലുള്ള ഒരാൾ വൃക്കദാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ പാവപ്പെട്ട ഒരാൾ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. വലിയൊരു പബ്ലിസിറ്റി തന്നെ ലഭിക്കും. അത് നല്ലോണം ലഭിക്കുകയും ചെയ്തു. ആ പബ്ലിസിറ്റി ഒരു വ്യവസായ നിലയ്ക്ക് വളരെ കൂടുതൽ അതിന് സഹായമായിട്ടുള്ള കാര്യമായിട്ട് കൂടി ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് ഞാൻ പറയല്ല. വ്യവസായ നിലയ്ക്ക് ആ രൂപത്തിൽ അദ്ദേഹത്തിന് അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കൂടി വന്നിട്ടുള്ളതാണ് ഞാൻ കാണുന്നത്. വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്ത കാര്യത്തിൽ തർക്കമില്ല. വലിയൊരു കാര്യം ചെയ്തു ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. അതോടൊപ്പം തന്നെ ചിറ്റിലപ്പള്ളി എന്ന ബ്രാൻഡിന് തന്നെ ഒരു ഉയർച്ച നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ പറയുന്നു ഒരു വിരോധമില്ല, ഡോക്ടേഴ്സ് പറയുന്നു നമുക്ക് 2 വൃക്കയുണ്ട്, അതിൻ്റെ ഒരു വൃക്കയുടെ 1/3 പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 60 വയസ്സ് കഴിഞ്ഞ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് എടുത്തുകൂടാ? എനിക്കൊരു തൻ്റെടമുണ്ട്, ധൈര്യമുണ്ട്, ആത്മശക്തി ഉണ്ടെന്നുള്ളത് കാണിക്കാനും കൂടി ആയിരിക്കാം അത്. തീർച്ചയായും അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ, ഇതിനകത്ത് ഒരു ആളുകൾക്കിടയിലുള്ള ഒരു ടാബു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രക്തബന്ധമുള്ളവരുടെ വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, അതുമാത്രമേ സ്വീകരിക്കുന്ന ആൾക്ക് ഏറെക്കാലം ഉപകാരപ്പെടുകയുള്ളൂ തുടങ്ങിയ ചിന്തകൾ ആളുകൾ